ഇങ്ങോട്ട് ഉള്ളു കണ്ടിക്കണേ മുലയുടെ ചുറ്റും അത് കണ്ടിക്കണം ചേച്ചിയുടെ ഇല്ലല്ല അതാണ് ഏറ്റവും അടിപൊളി കണ്ടത് നിങ്ങൾ ഞെട്ടും എന്റെ കുറെ ഉണ്ടല്ലോ നല്ല വെളിപ്പ കല്ല് പോലെ ഇരിക്കട്ടെ പ്ലിക്ക് പ്ലിക്ക് തൂങ്ങിയിട്ടില്ല എന്റെ എന്ന് പറയണത് മത്തങ്ങ പോലെ ഇരിക്കും താഴെ ചാടാണ്ട് എന്നിട്ട് അതില് ഹലോ അത് അയച്ച വാട്സപ്പിൽ അതായത് എന്റെ ബിജിച്ചേച്ചിയുടെ മോല ഇന്ന് എന്നോട് എല്ലാവരും പറയും ബിജിച്ചേച്ചിയുടെ മോല എന്ന് പറയുന്നുണ്ടല്ലോ നിങ്ങള് നല്ല സഹകരണമാണ് ഞാനല്ലേ ഞാനത് അപ്പുറത്തെ ലൈവില് കണ്ടു എന്നിട്ടാണ് അവിടെ മനു വന്ന് ഏതായിട്ടാണ് ഇന്നെന്തിനാണ് നമ്പർ പോയി ചോദിച്ചാൽ വൃത്തിയിട്ടാണ് ഞാൻ കണ്ടിക്കണ് നാളെയില്ല മനു നീ എന്നെയും പറയുമോ ഇതേപോലെ അയ്യേ ഇതിന്റെ കൊള്ളൂലെന്ന് നീ എന്നോടും പറയോടാ എടാ ബിജിച്ചേച്ചി മല എന്ന് പറയണത് നല്ല അടിപൊളി മുല പിന്നെ താഴത്തെ പിന്നെ പറയാണ്ടോ നല്ല വീതി കൂടിയതല്ലേ എനിക്ക് നല്ല വീതിയുള്ള ശരീരമായതുകൊണ്ടേ നല്ല പോലെ വീതിയുണ്ട് നല്ല ബോഡി ഷേപ്പ് എന്നോട് എല്ലാവരും പറയും എന്നെ പറയുന്നതൊന്നും തന്നെയല്ല എനിക്ക് പറ്റിയിട്ട് കാര്യമില്ല സോ ഞാൻ ഉള്ളത് ഓപ്പണായിട്ട് പറയും അത് എൻ്റെ ഒരു കാര്യം എന്നാൽ ബ്രാ അഴിച്ചു മാക്സി ഇട്ടിരിക്കുകയും ഞാനിടും ഞാൻ എത്ര വട്ടം ഇരുന്നിക്കണു നോമ്പാണ് അത് നെയ്യപ്പം ബിജിയുടെ നെയ്യപ്പം പൊളിയാ ആരും നല്ലതല്ലെന്ന് പറയില്ല പക്ഷെ തിന്നാൻ കിട്ടില്ലെന്നേ ഉള്ളൂ അതാ തൊടാൻ ചിലപ്പോൾ കിട്ടും പക്ഷെ തിന്നാൻ കിട്ടൂല അങ്ങനെ ഒരു അത് കിട്ടൂല കേട്ടാ ചിലപ്പോ കാണിച്ചു തിന്നാൻ കിട്ടൂല അത് കൊള്ളാം ആരെങ്കിലും തിന്നാൻ കിട്ടിക്കണോ തിന്നവരാരും പോകും ഞാൻ കൊടുക്കുകയൊക്കെ ചെയ്യും അത് എൻ്റെ ആൾക്ക് മാത്രമേ കൊടുക്കൂ അയ്യോ എന്റെ തീമി അതാരുടെ കൊടുക്കാത്ത അൻസേ അല്ല ഇതളാരെ കൊടുക്കാത്ത ഇതെല്ലാവർക്കും കൊടുക്കും ഞാനൊക്കെ ഇങ്ങനെ വെച്ചു കൊടുക്കും തിന്നങ്ങോട്ട് തിന്ന് ഇടയ്ക്ക് ഇങ്ങനെ പറയും കുറച്ചുകൂടെ മുത്തല്ലേ പ്ലീസ് ഫുഡ് കഴിച്ചോ ഇതെന്താ സ്പെഷ്യൽ ഇല്ല വെച്ചില്ല മൂട്ടിയെ വെച്ചില്ല ഞാൻ വെച്ചില്ല ഇതള് വന്നു വിഷയം മാറി പിന്നെ ഇതളും പൊക്കി പിടിച്ചോണ്ട് ഇതള് വന്ന പിന്നെ വിഷയം മാറില്ലേ നിങ്ങൾക്ക് ഇഷ്ടമല്ല ഇതളൊന്നും ഒന്ന് കുനിയുമോ ഇല്ല ഏട്ടാ കുനിയില്ല സോറി ഇതള് വേണ്ടതൊക്കെ വാട്സപ്പിൽ കൈവിട്ടോട്ടെ ഇതള് സ്റ്റോക്കാ ഇതള് തുറന്നെങ്കിലും മതി ഇതള് നല്ല സ്റ്റോക്കാണ് കുറച്ചാളെ പിന്നെ ഇതളൊന്നും കിട്ടില്ലേ ചിരിക്കില്ല മേരി വാട്സപ്പ് നമ്പർ അറിയില്ല എന്റെ ഇതള് തൊടാനോ പിന്നെ എനിക്ക് ഇതളെങ്ങാനും മനസ്സ് തൊട്ടാ ജീവിതകാലം മുഴുവൻ പിന്നെ ഇതളിന് വേണ്ടി വന്നുകൊണ്ടിരിക്കും അത്രയ്ക്കും നല്ല ഇതളാന്നാ പറയാ താങ്ക് യു ഈ ഇതളിലൊക്കെ ഉണ്ടല്ലോ നല്ല നല്ല സ്പ്രേ ഒക്കെ അടിക്കണം ഇതള് എന്തെങ്കിലും കഴിക്ക് ആരോഗ്യം മുഖ്യമെങ്കിലേ അയ്യോ ഇപ്പൊ തളർച്ചയെ ഭയങ്കര ക്ഷണിച്ചു മരുന്ന് കഴിക്കുന്നുണ്ട് കുറേ മെഡിസിൻ കഴിക്കുന്നുണ്ട് ഈ കാണുന്ന പൊണ്ണത്തടിയേ ഉള്ളൂ ആരോഗ്യം ഇല്ല ഈ ശരീരമേ ഉള്ളൂ ആരോഗ്യം കുറവാ ഒരു പണി കഴിയുമ്പോൾ ഞാൻ കിതപ്പ രണ്ടാമത് പണി എടുക്കാൻ പറ്റൂല ആരോഗ്യം കുറവാ സീരിയസ്ലി കാണുന്ന പൊണ്ണത്തടി ശരീരം മാത്രമേ ഉള്ളൂ ആരോഗ്യമില്ല സ്റ്റാമിന സേവർ കഴിക്കുക എനിക്ക് ഒരു കളി കളിക്കുമ്പോൾ ഞാൻ മടുക്കും സത്യം പറയാലോ അപ്പോൾ കളിക്കാറില്ലേ ഞാനിപ്പോ എത്ര മാസമായി ശരിക്കും കളിക്കുന്നു 3 മാസം കഴിഞ്ഞു കളിച്ചിട്ടുണ്ട് നല്ല മൂടുണ്ട് പക്ഷെ ആളില്ല നല്ല ടൈമില്ല വരും കുറച്ചാളെ തിരക്ക് കഴിട്ടാശാണ്ട് കഴിക്കടി ഇന്നൊന്നും വന്നിട്ടില്ല തോന്നുന്നു വരണതൊക്കെ ഉണ്ട് സുഖമാണോ വരണതൊക്കെ ഉണ്ട് ആൾക്ക് പക്ഷെ വരാൻ പറ്റത്തില്ല ഡ്യൂട്ടി തിരക്ക് എന്നാ പൊളിച്ചടിക്കാന് നൗഷാദിന് ശരിക്കും വേണ്ട
പൊന്നാത്ത സാധനം എനിക്കെന്തിനാ 2 വർഷം കൊണ്ടുപോയി എനിക്കൊന്നും വേണ്ട. എത്ര കളി ഉണ്ടാവും? സൗദിക്ക് വാ, സൗദിക്ക് വന്ന് അനുസരിച്ച് സൂചിപ്പിച്ചു തരുമോ? സൗദിക്ക് വരണം ഇനി സുഖം കിട്ടാൻ. ബിജിന് സൗദിക്ക് വരണം മുത്ത സുഖം കിട്ടാൻ. സുഖത്തിനൊരു സൗദി വരണമെന്നില്ല. ചേച്ചിയുടെ മുലയെ ഒന്ന് കാണണം, ഒരു ദിവസം വരുന്ന തീർച്ചയായിട്ടും എന്റെ മുത്ത് വരണം. മുലയെ ഒന്ന് കാണണം, മുലയും ഒന്ന് പിടിക്കണം. ഓക്കെ കേട്ടോ, ഞാൻ തന്നിരിക്കും മുല. വേദനിപ്പിക്കാൻ പാടില്ല, അത് മാത്രമേ ഉള്ളൂ. കടിക്കാൻ പാടില്ല, പിച്ചാൻ പാടില്ല, ഞൊരണ്ടാൻ പാടില്ല. നാക്ക് കൊണ്ട് പതുക്കെ ആട്ടാനേ പാടുള്ളൂ. അങ്ങനെയാണ് ഞാൻ തരും, അല്ലാതെ ഞാൻ തരില്ല. അത് തരില്ല, സോറി അതല്ല, അങ്ങനെ കാണാൻ തരും, അല്ലാതല്ല. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, കടിക്കാൻ പാടില്ല, തൊടാൻ പാടില്ല, ഞെരടാൻ പാടില്ല, പിച്ചാൻ പാടില്ല. നാക്കിന്റെ തുമ്പ് കൊണ്ട് ആട്ടാനേ പാടുള്ളൂ. അല്ലാണ്ട് എനിക്ക് പറ്റില്ല, ഞാൻ തരില്ല. എനിക്ക് പേടിയാ. അയ്യോ എനിക്ക് പേടിയാ. എന്റെ അനുഭവം ഗുരു കേട്ടോ, സത്യം. കുറെ പേര് കടിച്ചിരിക്കുന്നു. ഞാൻ കസ്റ്റമേഴ്സിന് കൊടുക്കാത്ത ഒരു സാധനമാണത്. അവന്മാരെ അടുത്തേക്ക് വരുമ്പോഴേക്കും ചേട്ടാ അപ്പം മുത്തുമണിയെ കടിക്കില്ല, ഞാൻ നാക്കോട് ചിലപ്പോ ഒന്ന് ആട്ടിയുള്ളൂ. ബിജുമുത്തേ പ്ലീസ്, അത് ആഗ്രഹിച്ചു വന്നതല്ലേ, കൈമാറ്റും. ഇല്ല മുത്ത കൈമാറ്റും. ഞാൻ കടിക്കില്ലടി. ഇല്ല കടിക്കും, നിങ്ങൾ ട്രൈ ചെയ്യും. അപ്പൊ ശരി, ഓക്കെ. അപ്പൊ കണ്ണടയ്ക്കും. ആഹാ കടിച്ചില്ല, ഞാൻ നിന്നെ കടിച്ചോ? ഇല്ല. പിന്നെന്താ, ഇനി കഴിക്കും. കടിക്കില്ല ഏട്ടാ. ഇല്ലടി, നിന്നെ കടിക്കില്ല, പോരെ? ഓക്കെ. അപ്പൊ കഴിക്കില്ല, ട്രൈ ചെയ്ത് നോക്കും. പേടിയാ, കടി കിട്ടിയതുകൊണ്ടേ, കസ്റ്റമേഴ്സിനെ കടി കിട്ടിയതുകൊണ്ട് പിന്നെ നമുക്ക് കൊടുക്കാൻ പേടി. ഇവന്മാര് വരുന്നവര് കടിക്കുവോ എന്ന് പേടി. അതാ പിന്നെ ട്രൈ ചെയ്ത് നോക്കും. കടിക്കില്ലേ ഇന്ത്യ സോനാപുരെ. ഞാൻ ഡ്യൂട്ടിയിലും എന്നെ വെറുതെ സാധനം അതിനെന്താ. ഞാനുണ്ടല്ലോ, നമ്മൾ ഈ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോഴല്ലോ, ഈ മുലക്കണ്ണ് ശരിക്കും തടിക്കൂടോ? എനിക്ക് ഞാൻ അത്ര നാൾ ശ്രദ്ധിക്കാറുണ്ടായില്ല. അപ്പൂസ് വന്നില്ലെന്നു ഡ്യൂട്ടിയിൽ. എനിക്കറിയില്ല, അപ്പൂസ് സൗദി അല്ലടാ. തടിക്കും നന്നായിട്ട്, ടൈറ്റായി മുറുകിരിക്കും ആ മുലക്കണ്ണേ. കഴിച്ചോ? ഇന്നിവിടെ ഇരിക്കും. റെഡ് റോസ് ശരിയാ, കണ്ണ് തടിക്കും, നന്നായിട്ട് തടിക്കും. ഞാനിപ്പോ ശ്രദ്ധിച്ചു തുടങ്ങി. ഞാൻ ഇത്ര നല്ല ശ്രദ്ധിച്ചിരിക്കും, ഇതിനെ കുറിച്ച് അറിയില്ലായിരുന്നു. ടിക്ടോക്കിലുള്ള എന്റെ പിള്ളേരെ എനിക്ക് പറഞ്ഞു തന്നെ തടിക്കുന്നു. പിന്നെ വിവ്യാണും പറഞ്ഞിട്ടുണ്ട്, പെണ്ണുക്ക് വികാരം വരുമ്പോ മുലക്കണ്ണ് തടുക്കുന്നു. അതിന് ശേഷം ഞാൻ എന്നും വാച്ച് ചെയ്യും. അപ്പൊ എല്ലാ പ്രാവശ്യം നോക്കുമ്പോ ശരിയാ, സംഭവം ശരിയാ, തടിക്കും. ഇതെനിക്കിപ്പൊ തടിച്ചിരിക്കുന്നു. തടിക്കും. ഞാൻ നല്ല മൂടായി.